മനുഷ്യൻ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും സഹകരണത്തോടെയും പരസ്പര സംതൃപ്തിയോടെയും ജീവിക്കാൻ ശ്രമിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. സമ്പത്ത് സംസ്കാരത്തെക്കാളും കുടുംബത്തെക്കാളും കുടുംബജീവിതത്തെക്കാളും വലിയൊരു വിഷയമായി കാണുന്നത് ഇസ്ലാം ശക്തമായി എതിർക്കുകയാണ്. ധനം എന്ന് പറയുന്നത് ഒരു ദിവസം ഒരാളുടെ കയ്യിൽ, പിറ്റേ ദിവസം മറ്റൊരാളുടെ കയ്യിൽ, അതുപോലെ ഒരിക്കൽ ഒരുവന്റെ കയ്യിൽ, പിന്നീട് മറ്റൊരുവന്റെ കയ്യിൽ, ഇങ്ങനെ നീങ്ങുകയും ഒരു വ്യക്തി തന്നെ അവന്റെ ജീവിതത്തിൽ സാമ്പത്തിക ശേഷിയുള്ള കാലം, പ്രയാസമുള്ള കാലം, ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നിലനിൽപ്പില്ലാത്ത വിഷയമാണ് ധനം. അതിന് പരിശുദ്ധ ഇസ്ലാം പ്രാമുഖ്യം നൽകി. വൈവാഹിക ജീവിതത്തിൽ സമ്പത്തിന് പ്രാമുഖ്യം നൽകി സന്തോഷവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിനെതിരെ സമ്പത്ത് തടസ്സമായി നിൽക്കുന്നതിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉദ്ധരിച്ചു: ലാ തൻകിഹിൽ മർഅത ലിജമാലിഹാ ഫലഅല്ല ജമാലഹാ യുർദീഹാ വലാ ലിമാലിഹാ ഫലഅല്ല മാലഹാ യുത്ഗീഹാ വൻകിഹിൽ മർഅത ലിദീനിഹാ. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നീ ദീൻ മതചിട്ട പരിഗണിച്ചുകൊണ്ടാണ് വിവാഹം നടത്തേണ്ടത്. നീ ഭംഗിയും സമ്പത്തും നോക്കി അല്ല വിവാഹം കഴിക്കേണ്ടത്. ഇന്നലെ ഞാൻ സംസാരിക്കുമ്പോൾ ഭംഗി പരിഗണിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കാണെന്നും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം പരിഗണനീയമായ വിഷയം ദീനാണ്, മതചിട്ടയാണ്. മതചിട്ടയോടെ ജീവിക്കുന്ന ഒരു വധുവിനും വരനും, ഒരു ഭാര്യക്കും ഭർത്താവിനും എന്നും സന്തോഷം കൈയാളാൻ സാധിക്കും. അതില്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളായി ഊതിവീർപ്പിക്കപ്പെടുകയും എന്നും സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. ഒരു പക്ഷേ ഭംഗിയുള്ളതിൻ്റെ പേരിൽ ഒരു സ്ത്രീ തെറ്റുകളിലേക്ക് പോകാൻ കാരണമായി എന്ന് വരാം. മറ്റുള്ളവർ അവളെ തെറ്റിന് പ്രേരിപ്പിക്കാൻ കാരണമായി എന്നും വരാം. ദീനുള്ളത് കൊണ്ട് ഒരിക്കലും തന്നെ അത് സംഭവിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, അത്തരം വിഷയങ്ങളിൽ നിന്ന് അവളുടെ ദീൻ അവളെ തടയുകയാണ് ചെയ്യുക. ഇതുപോലെ സമ്പത്ത്, ഒരു സ്ത്രീക്ക് സമ്പത്തുള്ളതിൻ്റെ പേരിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ, അങ്ങനെ കഴിക്കുന്ന പതിവുണ്ടല്ലോ, അങ്ങനെ സാമ്പത്തിക ശേഷിയുടെ കാരണത്താൽ വിവാഹം കഴിക്കുന്നുവെങ്കിൽ ഫലഅല്ല മാലഹാ യുത്ഗീഹാ, അവളെ കയ്യിൽ കേസുണ്ട് എന്നതുകൊണ്ട് അവൾ അക്രമപ്രവർത്തനം ചെയ്യാനും ഭർത്താവിനെ അവഗണിക്കാനും ഭർത്താവിനെ ചോദ്യം ചെയ്യാനും ഭർത്താവിനോട് കയർത്ത് സംസാരിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ അവളുടെ സമ്പത്ത് അവൾക്ക് പ്രചോദനം നൽകിയെന്ന് വരാം. അതുകൊണ്ടാണ് വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാർ എപ്പോഴും അവരെക്കാൾ വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു സ്ത്രീയെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അവളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പ്രയാസങ്ങൾ നേരിടും. ചില ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ വലിയ സാമ്പത്തിക ശേഷിയുള്ള സ്ത്രീയായിരിക്കണം എൻ്റെ ഭാര്യ എന്ന് ആഗ്രഹിക്കുന്ന സാധുക്കളുണ്ട്. അത് വാസ്തവത്തിൽ ബുദ്ധിമോശമാണ്. അവനവന്റെ സാഹചര്യത്തെക്കാൾ ഉന്നതമായ സാഹചര്യം
ഭാര്യക്കും ഭാര്യ വീട്ടുകാർക്കും ഉണ്ടെങ്കിൽ അവൻ ഭാര്യ വീട്ടുകാർക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ അവർക്ക് അവനെ പലപ്പോഴും തൃപ്തി നേടാൻ സാധിക്കാതെ വരികയോ ചെയ്യുക സ്വാഭാവികമാണ്. കാരണം അവരുടെ നിലവാരമനുസരിച്ച് ഇവന്റെ പതിവുകളും പ്രവർത്തനങ്ങളും ഉയർന്നു കാണാതിരിക്കുമ്പോൾ, അതുപോലെ അവരുടെ കുടുംബത്തിലുള്ള വ്യക്തികളും മറ്റ് വരന്മാരും ജ്യേഷ്ഠാനുജന്മാരും സഹോദരിമാരുമൊക്കെ ജീവിക്കുന്ന നിലവാരത്തിൽ ഇവന് ജീവിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അവളെ ജീവിപ്പിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, അഥവാ ഇനി അവർ വലിയ സഹായങ്ങൾ അവന് ചെയ്തു കൊടുത്താൽ തന്നെ അതിനാൽ അവന്റെ അന്തസ്സ് ചോദ്യം ചെയ്യപ്പെടുകയും അവന്റെ അഭിമാനത്തിന് ക്ഷതം വരികയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും വിവാഹം കഴിക്കുമ്പോൾ നല്ലത് അവനേക്കാൾ കൂടുതൽ സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നതാണ് അന്തസ്സും അഭിമാനവും സമാധാനവും നിലനിർത്താൻ ഏറ്റവും ഉചിതമായത് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അതിൻ്റെ അർത്ഥം സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് ഹറാമാണെന്നല്ല. അങ്ങനെ നാം ഹലാലിനെ പിടിച്ച് ഹറാമാക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷേ അതിന് മനഃശാസ്ത്രപരമായും ബുദ്ധിപരമായും ആര് ചിന്തിക്കുന്നുവെങ്കിലും അതിൻ്റെ ഭവിഷ്യത്ത് പലപ്പോഴും മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും എന്നത് ഒരു വസ്തുതയും യാഥാർത്ഥ്യവുമാണ്. മറ്റൊരു കാര്യം, പരിശുദ്ധ ഇസ്ലാമിൽ വളരെ നിർബന്ധമായൊരു വിഷയമാണ് ഭാര്യക്ക് മഹർ കൊടുക്കണം എന്നത്. സദാഖ് എന്നും മഹർ എന്നും പറയുന്നത് വിവാഹം കാരണത്താലോ അല്ലെങ്കിൽ സുബ്ഹത്തിന്റെ വത്ഉ അഥവാ ശരിയായ മാർഗത്തിലുള്ള നിക്കാഹിലല്ലെങ്കിലും കോടതി പ്രകാരം നടപടിയെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു സ്ത്രീയെ ലൈംഗികമായി ബന്ധപ്പെട്ടതിൻ്റെ പേരിലോ കൊടുക്കൽ നിർബന്ധമാകുന്ന ഒരു കാര്യമാണ് മഹർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സുബ്ഹത്തിന്റെ വത്ഉ എന്ന് ഞാൻ മുമ്പൊരിക്കലും ഓർമ്മപ്പെടുത്തിയിരുന്നു. ഉദാഹരണത്തിന് ഒരാൾ ശരിയായ നിക്കാഹിലൂടെ അല്ലാതെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചുപോയി. മുമ്പ് ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് ബാപ്പയില്ലെങ്കിൽ ബാപ്പയുടെ ബാപ്പയാണ്. അവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരനാണ്. അതായത് ഈ പെണ്ണിന്റെ ബാപ്പയും ഈ സഹോദരന്റെ ബാപ്പയും ഒന്നാണ്. ഈ വധുവിന്റെ മാതാവും സഹോദരന്റെ മാതാവും ഒന്നാണ്. അങ്ങനെ ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ. അതിന് പകരം വിവാഹം ചെയ്തു കൊടുത്തത് ആ സഹോദരൻ ഉള്ളതോടുകൂടി തന്നെ ബാപ്പ മാത്രം ഒത്ത സഹോദരനായി പോയി, ഉമ്മ വേറെയാണ്. അങ്ങനെ ഒരു സംഭവം നേരത്തെ വിളിച്ചു ചോദിച്ചത് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇരിക്കട്ടെ, ആ വിവാഹം അസാധുവാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആ വിവാഹം അസാധുവാണെങ്കിലും ആ വിവാഹത്തിൻ്റെ പേരിൽ ഭാര്യയായി ബന്ധപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന് സാധാരണ ഭാര്യമാർക്കുള്ളതുപോലെ മഹർ കൊടുക്കൽ നിർബന്ധമാണ്. ഇത് സുബ്ഹത്തിന്റെ വത്ഉ എന്ന് പറയുന്നതിന്, അഥവാ ശരിയായ മാർഗത്തിലല്ലാതെ സംഭവിച്ചു പോയ
അതേസമയം കോടതിയുടെ മുമ്പിൽ വ്യഭിചാരക്കുറ്റം ചുമത്തി ശിക്ഷിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടു പോയ ഒരു സംഭവമാണ്. മിസാലു വത്ഇ സുബ്ഹത്തിൻ യാ സാഹി കവത്ഇഹാ ഫീ ഫാസിദിൻ നികാഹി. മിർഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അത്തരത്തിൽ നടന്ന സംയോഗത്തെ സംബന്ധിച്ച് പറഞ്ഞ ഉദാഹരണമാണ് ഫാസിദായ സഹീഹല്ലാത്ത നിലക്ക് നടന്ന നിക്കാഹിൽ നടന്ന ലൈംഗിക ബന്ധം. ആ ബന്ധത്തിന് പരിശുദ്ധ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ പരിഗണനയുണ്ട്. അത് കേവലം വ്യഭിചാരം പോലെ അല്ല. വ്യഭിചാരത്തിൽ ഉണ്ടാകുന്ന കുട്ടി അവൻ്റേതല്ല. അത് നാം ഇന്നലെയോ മിനിഞ്ഞാന്നോ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ജനിക്കുന്ന കുട്ടി അവൻ്റേതാണ്, അവന്റെ കുട്ടിയായി പരിഗണിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അവന് പല നിയമങ്ങളും അതിൻ്റെ പേരിൽ വന്നു ചേരും. ഇതുപോലെ ഒരാൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് റൂമിൽ കയറി ചെന്ന് ഭാര്യയാണെന്ന നിലക്ക് ബന്ധപ്പെട്ടത് ഭാര്യയല്ലാത്ത മറ്റൊരു സ്ത്രീയായിപ്പോയി. അങ്ങനെ അറിയാതെ സംഭവിച്ചു പോയാൽ ആ സംഭവിച്ചു പോയ സ്ത്രീക്ക് അവൻ മഹർ കൊടുക്കണം. അവൾ അതിൽ ഗർഭിണിയായാൽ അതിലുണ്ടാകുന്ന കുട്ടി അവൻ്റേതായി പരിഗണിക്കപ്പെടും. ആ കുട്ടി പെണ്ണാണെങ്കിൽ നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത് അവനായിരിക്കും. ലകിം ബിവത്ഇ ഇംറാഅതിൻ ബിസുബ്ഹതി ലുഹുഖു നസബിൻ വവുജൂബുൽ ഇദ്ദതി. അത്തരത്തിൽ സംഭവിച്ചാൽ, അതുപോലെ സഹീഹല്ലാത്ത നിക്കാഹ് മുഖേന ഒരു സ്ത്രീയെ സ്വീകരിച്ച് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, അങ്ങനെയുള്ള സംയോഗങ്ങൾ നിമിത്തമുണ്ടാകുന്ന കുട്ടികൾക്ക് അവൻ ബാപ്പയാണ് എന്ന നിലവാരത്തിൽ തന്നെ ബാപ്പയായി അവനെ പരിഗണിക്കപ്പെടുകയും ബാപ്പ എന്ന നിലക്ക് ഉള്ള എല്ലാ നിയമങ്ങളും ബാധകമാവുകയും ചെയ്യും. അതുപോലെ അവൾ ഇദ്ദയിരിക്കേണ്ടി വരും. അവളുടെ ഗർഭാശയത്തിൽ അവന്റെ കുട്ടി ഉണ്ടോ ഇല്ലേ എന്നത് മനസ്സിലാക്കാനും അല്ലെങ്കിലും അവൾ ഇദ്ദയിരിക്കേണ്ടി വരും. ഭർത്താവ് തലാഖ് ചൊല്ലിയാലുള്ള നിയമം പോലെ ഇദ്ദയിരിക്കേണ്ടി വരും. അതിന്റെ പുറമെ മിൻ ഹുർമത്തിൽ മുസാഹറ ലാ മിസ്ലുഹു ബി ശഹ്വത്തിൻ മുബാശറ. ഇന്നലെ നാം പറഞ്ഞിരുന്നു, ഭാര്യയുടെ ഉമ്മ അവളെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റില്ല. ഭാര്യ മരിച്ചുപോയാലും ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാലും ഒരിക്കലും ഭാര്യയുടെ ഉമ്മയെ പിന്നീട് ഈ പുതിയാപ്പളക്ക് ജാമാതാവിന് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് നാം ഇന്നലെ പറഞ്ഞിരുന്നു. അതേ നിയമം ഇങ്ങനെ അബദ്ധത്തിൽ സ്ത്രീയുമായി ബന്ധപ്പെട്ടു പോയവർക്കും, അതുപോലെ സഹീഹല്ലാത്ത വിധത്തിൽ വിവാഹം നടന്ന് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയവർക്കും അതേ നിയമം ബാധകമാണ്. അതുകൊണ്ട് ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീയുടെ ഉമ്മയെ ഇവന് വിവാഹം കഴിക്കാൻ പറ്റില്ല. അതുപോലെ നേരത്തെ നാം വിവാഹബന്ധം കൊണ്ട് ഹറാമാകുന്ന നിയമങ്ങൾ പറഞ്ഞതെല്ലാം ഇവിടെയും ബാധകമാണ്. പക്ഷേ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് മാത്രമേ ആ നിയമം ബാധകമാവുകയുള്ളൂ. നേരെ മറിച്ച് വൈകാരികമായി അവിടെ സ്പർശിക്കുകയോ ചുംബിക്കുകയോ മറ്റോ ചെയ്തതാണെങ്കിൽ ഈ നിയമം അതിന് ബാധകമല്ല. പുരുഷന് തെറ്റിദ്ധാരണ നിമിത്തം ഇങ്ങനെ സംഭവിച്ചു പോയ സ്ഥലത്താണ് ഈ നിയമം. സ്ത്രീയുടെ തെറ്റിദ്ധാരണ പണ്ഡിതന്മാർ പരിഗണിക്കുന്നില്ല. പക്ഷേ അവിടെ ഒരു നിയമം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ലക്കിൻ ഹറാമുൻ നദ്റുവാതി സുബ്ഹതി വമസ്സുഹു മാ ഹരിമൽ മൗതുഅതി. സ്വന്തം ഭാര്യയുടെ മാതാവിനെ
കാണാനും തൊടാനും പറ്റുന്നത് പോലെ ഈ നിലക്ക് തെറ്റിദ്ധാരണ നിമിത്തം സംഭവിച്ചു പോയ ലൈംഗിക ബന്ധത്തിന്റെ പേരിൽ വിവാഹം ഹറാമാക്കപ്പെടുന്ന ആ പെണ്ണിന്റെ ഉമ്മയെ കാണാനോ തൊടാനോ പാടില്ല. അതുപോലെ ഉള്ള നിയമങ്ങൾ ഒന്നും തന്നെ അവളുടെ ബന്ധുക്കൾക്ക് ഉള്ള നിയമങ്ങൾ ബാധകമല്ല. ഇനി അഥവാ ഒരു ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ അവളും ഭർത്താവുമായി വേഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം നേരത്തെ പറഞ്ഞ പോലെ തെറ്റിദ്ധാരണ മൂലം അല്ലെങ്കിൽ അബദ്ധത്തിൽ ഒരു വ്യക്തി ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടു പോവുകയും അവൾ ഗർഭിണിയാവുകയും ചെയ്താൽ ഈ ഭർത്താവിൻ്റെതാണോ കുട്ടി, അതല്ല അബദ്ധത്തിൽ ബന്ധപ്പെട്ടു പോയവൻ്റെതാണോ എന്നതിൽ ആർക്കും സംശയം വരാൻ സാധ്യതയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ലക്ഷണം നോക്കി പറയാൻ കഴിയുന്ന, ടെസ്റ്റ് ചെയ്ത് പറയാൻ കഴിയുന്ന ആളുകളുടെ തീരുമാനമനുസരിച്ച് ആ കുട്ടി ആരുടേതാണെന്ന് തീരുമാനിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാമിൽ എല്ലാ വിഷയങ്ങൾക്കും മുടിനാരിഴ കീറി നിയമങ്ങളാണ്. ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാത്ത പലരും ധരിച്ചു വെക്കുന്നത് പോലെ വെറും ഒരു നിസ്കാരവും നോമ്പും മാത്രം പറയുന്ന മതമല്ല ഇസ്ലാം. ഏതായാലും ഇത് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. മുഹറമുൻ മുഅബ്ബദുൻ ഇദാ വഖഅ അലാ നികാഹിൻ ഫന്നികാഹു യൻഖതി കബതി ശഖ്സിൻ സൗജതൻ ലി അസ്ലിഹി ബിസുബ്ഹത്തിൻ ഔ സൗജതൻ ലി ഫസ്ലിഹി. ഇത്തരം തെറ്റിദ്ധാരണ നിമിത്തം ചില സ്ത്രീകളെ ലൈംഗികമായി ബന്ധപ്പെട്ടു പോയി അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ സംഭവിക്കാനിടയുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പിതാവിൻ്റെ ഭാര്യ സ്വന്തം ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ മകന്റെ ഭാര്യ സ്വന്തം ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ, ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോടുകൂടി പിതാവിൻ്റെ ഭാര്യ പിതാവിന് നഷ്ടപ്പെടും, മകന്റെ ഭാര്യ മകന് നഷ്ടപ്പെടും. പിന്നീട് അവർക്ക് വൈവാഹിക ജീവിതം ഇല്ല. മനസ്സിലാക്കി വെക്കേണ്ട ഒരു നിയമമാണ്. ഒരാൾ ഒരു വ്യക്തിയുടെ ബാപ്പയുടെ അല്ലെങ്കിൽ ഉപ്പാപ്പയുടെ ഭാര്യയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ ബാപ്പക്ക് ഭാര്യ അതോടുകൂടെ നഷ്ടപ്പെട്ടു പോകും. ഇതുപോലെ മകന്റെ ഭാര്യയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ അതോടെ മകന് ഭാര്യ നഷ്ടപ്പെട്ടു പോകും. ഇതുപോലെ ഇതുപോലെ തന്നെ ഒരാൾ ഭാര്യയുടെ ഉമ്മയുമായി തെറ്റിദ്ധരിച്ച് ഭാര്യയാണെന്ന നിലക്ക് ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ ഭാര്യയുടെ മകളുമായി തെറ്റിദ്ധരിച്ച് ബന്ധപ്പെട്ടു പോയാൽ അതേപോലെ അവന്റെ ഭാര്യയുമായുള്ള ബന്ധം അതോടുകൂടി മുറിഞ്ഞു പോകും. ഭാര്യയുടെ ഉമ്മയുമായി തെറ്റിദ്ധരിച്ച് ബന്ധപ്പെട്ടു പോയാൽ, അതുപോലെ ഭാര്യയുടെ മകളുമായി തെറ്റിദ്ധരിച്ച് ബന്ധപ്പെട്ടു പോയാൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ ഭാര്യ നഷ്ടപ്പെടും. അങ്ങനെയാണ് നിയമം. ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ട് സംഭവിക്കാവുന്ന വിഷയത്തിലുള്ള ചില നിയമങ്ങളാണ്. ഇതുപോലെ മുലകുടി ബന്ധത്തിലും ചില മസലകളുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്നു സംസാരിക്കുന്നില്ല. കൂടുതൽ ആവശ്യം വരാത്ത, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആവശ്യം വരാൻ സാധ്യതയില്ലാത്ത ചില സംഭവങ്ങളാണ്. ചെറിയൊരു ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് ഞാൻ പറയാം. മൻ തഹ്തഹു കബീറത്തുൻ ഖദ് അർഅത് ഹാലിലതൻ ഉഖ്റാ ലഹു ഖദ് സഗറത്. ഒരു ഭാര്യ, അവൾ പ്രായപൂർത്തിയെത്തിയ വലിയ ഒരു ഭാര്യ, ആ ഭാര്യ ഇപ്പോൾ അവൾക്ക് മുലപ്പാലുണ്ട്. അവൻ്റെ കുട്ടി കുടിക്കുന്ന അവൻ്റെ മുലപ്പാല്, ആ മുലപ്പാലുള്ള ഭാര്യ ഉള്ളതോടുകൂടി തന്നെ
ഒരാൾ ഒരു ചെറിയ 2 വയസ്സിൽ കുറഞ്ഞ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. അങ്ങനെ വിവാഹം ചെയ്താൽ വിവാഹം ശരിയാവും. പക്ഷേ അങ്ങനെ വിവാഹം ചെയ്ത പെൺകുട്ടികളെ, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം ചെയ്ത പെൺകുട്ടികളെ ഭർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കരുത് എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അവൻ അതാ ആലോചിക്കാതെ ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ സാധ്യതയുള്ളവരാണെങ്കിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം. അതേ സമയത്ത് വിവാഹം ശരിയാവും, പക്ഷെ കുറച്ചു കാലം കാത്തു നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇരിക്കട്ടെ, ഇങ്ങനെ 2 വയസ്സിൽ കുറഞ്ഞ ഒരു പെൺകുട്ടിയെയും അവൻ വിവാഹം കഴിച്ചു. എന്നിട്ടോ അവൻ ഈ ചെറിയ പെൺകുട്ടിയെ കൊണ്ടുപോയി വലിയ ഭാര്യയുടെ മടിയിൽ കൊടുത്തു. അവൾ മടിയിൽ വെച്ച് നന്നായി ആ കുട്ടിക്ക് മുല കൊടുത്തു. എന്നാൽ രണ്ട് ഭാര്യയും അതോടുകൂടെ ദുർബലപ്പെട്ടു പോകും. പിന്നെ അവന് 2 ഭാര്യയും ഇല്ല, 3ാമത്തെ വേറെ നോക്കേണ്ടി വരും. അങ്ങനെയാണ് അതിൻ്റെ നിയമം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക, വിവാഹം ദുർബലപ്പെട്ടു പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. അതിൽ പലതും നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയില്ലാത്തതാണ്. ചിലത് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് സാധാരണ ഇല്ലാത്ത വല്ല പ്രശ്നങ്ങളും വിവാഹ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ പണ്ഡിതന്മാരോട് സ്വകാര്യത്തിലെങ്കിലും ചോദിച്ച് നിയമങ്ങൾ മനസ്സിലാക്കാൻ സാധാരണക്കാര് തുനിയണം. ഇസ്ലാം എന്ന് പറയുന്നത് വെറും ഒരു കേവലം ആചാരത്തിന്റെ മതമല്ല. ഓരോ വിഷയത്തിലും മുടിനാരിഴകീഴി നിയമങ്ങളുള്ള മതമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് സ്ത്രീക്ക് മഹർ നൽകുക എന്ന ഒരു വിഷയം ഉണ്ട്. മഹർ കൊടുക്കുക എന്ന് പറയുന്നത് അത് സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ മഹർ കൊടുക്കൽ ഏതായാലും നിർബന്ധമാണ്. മഹർ എന്ന് പറയുന്ന വിവാഹ മൂല്യം, ആ വിവാഹ മൂല്യം നിശ്ചയിക്കൽ ആവശ്യമാണ്. അത് നിക്കാഹിൽ എത്രയാണെന്ന് നിശ്ചയിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഒരു വിവാഹത്തിൽ സാധാരണ നമ്മളൊക്കെ നിക്കാഹ് ചെയ്യുമ്പോൾ അൻകഹ്തുക ബിന്തി ബിമഹരികദ, നിന്റെ മകളെ ഞാൻ ഇത്ര മഹറിന് നിക്കാഹ് ചെയ്തു തന്നു എന്നാണ് പറയാറ്. അപ്പൊ മഹർ നിശ്ചയിക്കുകയാണ്. അങ്ങനെ നിശ്ചയിക്കാതെ ഒരു വിവാഹം നടന്നാൽ ആ വിവാഹം സാധുവാണ്. പക്ഷേ അങ്ങനെ വിവാഹത്തിൽ മഹർ എത്രയാണെന്ന് പറയൽ അത് സുന്നത്താണ്. ഫി അഖ്ദിഹി സദാഖു നദ്ബുൻ ദിക്റുഹു ഇഖ്ലാഉഹു യജൂസു ലാകിൻ യുക്റഹു. നിക്കാഹ് ചെയ്യുന്ന സമയത്ത് മഹർ പറയാതെ നിക്കാഹ് ചെയ്താലോ അത് കറാഹത്താണ്. അത് കറാഹത്താണ്, വിരോധിക്കപ്പെട്ടതാണ്. പറയുക തന്നെയാണ് വേണ്ടത്. പക്ഷേ പറഞ്ഞില്ലെങ്കിലും നിക്കാഹ് ശരിയാകും. അപ്പോൾ പിന്നെ മഹർ എങ്ങനെ നിശ്ചയിക്കും? നേരത്തെ നിശ്ചയിക്കാത്ത മഹർ എങ്ങനെ നിശ്ചയിക്കും? അത് അവളുടെ കുടുംബത്തിൽ നടന്നു വരുന്ന അവളുടെ ജ്യേഷ്ഠത്തി, അവളുടെ അനുജത്തി, അതുപോലെ ഉള്ള ആളുകൾക്ക് നിശ്ചയിക്കപ്പെടാറുള്ള മഹർ എത്രയാണെന്ന് നോക്കി അതായിരിക്കും കൊടുക്കേണ്ടി വരിക. ലൗലം യുസമ്മൽ മഹ്റു ഫല്ലഖദുൻ നഖദ് ബിമഹരി മിസ്ലിൻ ലാ കതഫ്വീദിൻ യരിദ്. അപ്പോൾ മഹർ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ സാധാരണ നിലക്ക് അവരുടെ കുടുംബത്തിലുള്ള മഹർ കൊടുക്കേണ്ടി വരും. എന്നാൽ ഒരു സ്ത്രീ സ്വന്തം ബാപ്പയോട് അല്ലെങ്കിൽ രക്ഷിതാവിനോട് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചു കൊടുത്തോളൂ, യാതൊരു നയാകാശും ഒരു മഹറും വാങ്ങണ്ട എന്ന് പറഞ്ഞാലോ? അത് സ്ത്രീയുടെ അവകാശമാണല്ലോ മഹർ. അവൾ പറയുകയാണ് എനിക്ക് ഒരു മഹറും വേണ്ട, നിങ്ങൾ മഹറില്ലാതെ നിക്കാഹ് ചെയ്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞാലോ? ഫദാക തഫ്വീലുൻ സഹീഹുൻ മാ വജബ് ബിൽഅഖ്ദി ശൈഉൻ സുമ്മ ബഅദഹു യജിബ്. വിവാഹം നടത്തുന്നത് നിമിത്തമായി അവൾക്ക് മഹർ നിർബന്ധം ഇല്ലെങ്കിലും അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ പെണ്ണിനും മഹർ കൊടുക്കൽ നിർബന്ധമാണ്. വിവാഹം നിമിത്തമായി മഹർ നിർബന്ധമില്ല. അതേസമയത്ത് വിവാഹം കഴിഞ്ഞ് അവൻ ലൈംഗികമായി ബന്ധപ്പെടുകയാണോ, എന്നാൽ അവൾക്കും മഹർ കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ പിന്നെ മഹർ എങ്ങനെ നിശ്ചയിക്കും?
അത് ഇസ്ലാമിന്റെ കോടതിയിലെ ഇസ്ലാമിന്റെ ജഡ്ജി ഖാദി, ആ ഖാദിയാണ് തർക്കമുണ്ടെങ്കിൽ നിശ്ചയിക്കേണ്ടത്. തർക്കമില്ലെങ്കിൽ അവർക്ക് തന്നെ പരസ്പരം ഇരുന്ന് പരസ്പരം പൊരുത്തപ്പെടുന്ന ഒരു മഹർ നിശ്ചയിക്കാവുന്നതാണ്. ഏതായിരുന്നാലും ശരി, മഹർ നൽകിയ ശേഷമാണ് ഒരു വരൻ വധുവുമായി ബന്ധപ്പെടേണ്ടത്. അതാണ് സുന്നത്ത്. വലാ ബിഹാ യദ്ഖുലു ഇല്ലാ ബഅദ അൻ യുതിയഹാ മിൻ മഹ്രിഹാ ശൈഅൻ ഫസുൻ. മഹർ കൊടുത്തതിന് ശേഷമാണ് ഭർത്താവ് ഭാര്യയുമായി ലൈംഗികമായി ബന്ധപ്പെടൽ സുന്നത്തുള്ളത്. അഥവാ അവൻ മഹർ കൊടുത്തില്ലെങ്കിൽ അവൾക്ക് എന്നെ തൊടാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരമാണ്. മഹർ കിട്ടുന്നതുവരെ തൊടാൻ പാടില്ലെന്ന് പറയാൻ അധികാരമാണ്. അതേ സമയത്ത് അവൾക്ക് തന്നെ വേണമെങ്കിൽ അവന് സമയം നീട്ടിക്കൊടുക്കാം, സമയം അവധി കൊടുക്കാം, അതിനൊന്നും വിരോധവും ഇല്ല. പക്ഷേ അവൾ മഹർ തന്നതിന് ശേഷമേ എന്നെ സ്പർശിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ കൊടുത്തതിന് ശേഷം മാത്രമേ അവളുമായി ബന്ധപ്പെടാൻ അവന് പറ്റുകയുള്ളൂ എന്നതാണ് നിയമം. മഹർ എന്താണ് ഏറ്റവും നല്ലത്? ഏറ്റവും നല്ലത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പെൺകുട്ടികൾക്ക് കൊടുത്ത മഹർ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ രൂപം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കൊടുത്തത് വെള്ളിയാണ്. അതുകൊണ്ട് മഹർ കൊടുക്കുന്ന സ്ഥലത്ത് ഉത്തമം വെള്ളിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സ്വർണ്ണമാണല്ലോ കൊടുക്കാറ്, അത് മാറ്റണമെന്നൊന്നും ഞാനീ പറഞ്ഞതിന് അർത്ഥമില്ല. അതേസമയത്ത് കൂടുതൽ നല്ലത് വെള്ളിയാണ്. നിയമം മനസ്സിലാക്കി വെക്കണം. ഏറ്റവും നല്ലത് വെള്ളിയാണ്. വകൗനുഹു മിൻ ഫില്ലത്തിൻ ഖാലിസ അൻ നസ്റത്തിൻ മിൻ ദിർഹമിൻ ലഹനാഖിസ. വെള്ളി മഹർ നിശ്ചയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ പിന്തുടരാൻ വേണ്ടിയാണ്. എന്നാൽ അത് തന്നെ 10 ദിർഹമിനേക്കാൾ കുറയാതിരിക്കുന്നത് നല്ലതാണ്. 10 ദിർഹമെങ്കിലും ഉണ്ടാകണം. 10 ദിർഹം എന്ന് പറഞ്ഞാൽ ഏകദേശം 30 ഗ്രാമാണ് 10 ദിർഹം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 ഗ്രാം വെള്ളിയെങ്കിലും മഹർ നിശ്ചയിക്കുന്നത് സുന്നത്താണ് എന്നർത്ഥം. കാരണം അതിനേക്കാൾ ചുരുങ്ങിയ തുക പോരാ എന്ന് പറഞ്ഞ ചില ഇമാമിയങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ, അതാണ് അതിനേക്കാൾ ചുരുങ്ങരുത് എന്ന് പറയാൻ കാരണം. എന്നാൽ മഹർ 500 ദിർഹമിനേക്കാൾ കൂടുതലാകാതിരിക്കുക, അതും സുന്നത്താണ്. 500 ദിർഹമിൽ കൂടുതലാകാതിരിക്കൽ സുന്നത്താണ്. അപ്പോൾ 10 ദിർഹമിൽ കുറയാതിരിക്കുക, 500 ദിർഹമിൽ കൂടാതിരിക്കുക. 10 ദിർഹം ഞാൻ പറഞ്ഞു ഏകദേശം ഒരു ചെറിയ കുറവുണ്ടാവും. 30 ഗ്രാമിനടുത്താണ് ഈ 10 ദിർഹം എന്ന് പറയുന്നത് വെള്ളി. ഇന്നത്തെ നിലവാരമനുസരിച്ച് ഏകദേശം 1350 രൂപ വിലക്കുള്ള വസ്തുവായിരിക്കും അത്. 500 ദിർഹം എന്ന് പറഞ്ഞാൽ 1.5 കിലോ വെള്ളി, ഏകദേശം ചെറിയ കുറച്ചിലുണ്ടാവും. 1.5 കിലോ ഓളം വെള്ളി ആയിരിക്കും അത്. അതിന് ഇന്നത്തെ നിലവാരം അനുസരിച്ച് 67,500 രൂപ സുമാറ് അതിന്റെ വിലയാണ്. അത് ഇന്നത്തെ സ്വർണത്തിലേക്ക് ചേർത്ത് നോക്കിയാൽ ഏകദേശം 4.5 പവൻ അതിനുണ്ടാവും. അപ്പോൾ 500 ദിർഹമിൽ കൂടുതൽ മഹർ ആകാതിരിക്കൽ സുന്നത്താണ്. അതിനോട് സമാനമായി ചേർത്ത് പറയുമ്പോൾ 4.5 പവൻ, അതിനേക്കാൾ കൂടുതൽ മഹർ പറയാതിരിക്കൽ സുന്നത്താണ് എന്നാണ് തുക കൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് 11 മിസ്കാൽ പൊന്ന് മഹർ പറയുന്ന പതിവുണ്ട്. 11 മിസ്കാൽ പൊന്ന് എന്ന് പറഞ്ഞാൽ 46.25 ഗ്രാമിനോളം സ്വർണമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ 5.25 പവനോളം 11 മിസ്കാൽ പൊന്നിന് ഉണ്ടായിരിക്കും. അത് ഈ പറഞ്ഞ തുകയേക്കാൾ കുറച്ച് കൂടുതലല്ലാതെ ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ മഹർ കുറെ കൂടുതൽ പറയൽ ഒരു അന്തസ്സാണ്, അഭിമാനമാണ് എന്ന് മനസ്സിലാക്കി വലിയ മഹർ പറയുന്ന സ്വഭാവം ഉണ്ട്. അത് വാസ്തവത്തിൽ സുന്നത്തിനെതിരാണ്, അത് കറാഹത്താണ്, അത് വെറുക്കപ്പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പണക്കാരായിരുന്നാലും അവർ മഹറിന്റെ തുക വർദ്ധിപ്പിക്കുന്നത് പുണ്യമാണെന്ന ധാരണ തിരുത്തപ്പെടേണ്ടതാണ്. മഹർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ നിശ്ചയിച്ചതിൽ കൂടുതൽ മഹർ ആകുന്നത് സുന്നത്തിനെതിരാണ്. അതേ സമയത്ത് ഭാര്യമാർക്ക് എത്ര സ്വർണവും ഭർത്താക്കന്മാർക്ക് കൊടുക്കാം, അത് നല്ലതാണ്, അതിനാരും ഇവിടെ വിരോധം പറയുന്നില്ല. മഹർ നിശ്ചയിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശ്ചയിച്ച ആ നബി തങ്ങളുടെ മക്കൾക്കും ഭാര്യമാർക്കുമൊക്കെ നിശ്ചയിച്ച തുകയെ പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ശരി, മഹർ നിശ്ചയിച്ചതിന് ശേഷം അതെ ഒരു ഭാര്യയും ഭർത്താവുമായി, അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി വിശദീകരണം ഞാൻ പിന്നീട് പറയും. ഒരു ഭാര്യയും ഭർത്താവുമായി വേർപെട്ടു പോവുകയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ വയസ്കുതുൽ ജമീഉ ഖബ്ല വത്ഇഹാ ബിഫിർഖത്തിൻ മിൻ ഇൻദിഹാ ഔ വജ്ലിഹാ. മഹർ നിശ്ചയിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം ആ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപെട്ടു. എങ്ങനെ വേർപെട്ടു? അവൾ അവനെ ഒഴിവാക്കിയതാണ്. അതിനാണ് ഫസ്ഖ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അവൻ ചെലവിന് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടോ, അതുപോലെ അവന്റെ മറ്റെന്തെങ്കിലും നിശ്ചയിക്കപ്പെട്ട അറിയപ്പെട്ട കിതാബുകളിൽ പറഞ്ഞ ന്യൂനത, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ന്യൂനത ഉണ്ടെന്ന് തോന്നലല്ല, അങ്ങനെയുള്ള ന്യൂനതകൾ കൊണ്ടോ ഏതോ കാരണത്താൽ അവൾ അവനെ ഒഴിവാക്കുകയാണെങ്കിൽ, അതും അവനും അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പാണെങ്കിൽ മഹർ തീരെ കൊടുക്കേണ്ടതില്ല. അവൾ മുഖേന, അവൾ കാരണമായി ഒഴിവായി പോയതിനാൽ മഹർ തീരെ കൊടുക്കേണ്ടതില്ല. നേരെ മറിച്ച് ആര് മുഖേനയാണെങ്കിലും ശരി, അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ഒഴിവായി പോകുന്നതെങ്കിൽ മഹർ കൊടുക്കൽ നിർബന്ധമാണ്. ഇതുപോലെ അവൾ മരിച്ചുപോയി, അല്ലെങ്കിൽ അവൻ മരിച്ചുപോയി, എന്നാലും മഹർ കൊടുക്കൽ നിർബന്ധമാണ്. അവനോ അവളോ മരിച്ചുപോയാൽ മഹർ നേരത്തെ നിശ്ചയിച്ചത് കൊടുക്കൽ നിർബന്ധമാണ്. അവൾ അവകാശിക്ക് കിട്ടും. അങ്ങനെയാണ്. അവൾ മരിച്ചുപോയതാണെങ്കിൽ, അവൻ മരിച്ചുപോയതാണെങ്കിൽ അവന്റെ അവകാശികൾ ആ മഹർ കൊടുത്തിരിക്കണം. അവൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഏതായിരുന്നാലും മരിച്ചുപോയാൽ മഹർ സ്ഥിരപ്പെടും. അതുപോലെ അവൻ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും മഹർ ഏതായിരുന്നാലും കൊടുക്കേണ്ടി വരും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അവൾ മുഖേന ഉണ്ടായ വേർപാടാണെങ്കിൽ മഹർ കൊടുക്കേണ്ടതില്ല. എന്നാൽ അവിടെ ഒരു വിഷയമുണ്ട്. അവൻ മുഖേനയാണ് വേർപാടുണ്ടാകുന്നതെങ്കിൽ, അവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അവളെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ നിശ്ചയിക്കപ്പെട്ട മഹറിന്റെ പകുതി ഭാഗം കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് നിയമം. മഹർ എന്തായിരിക്കണം? മഹർ ഏത് വസ്തുവും മഹറാകാം. പക്ഷേ ഏറ്റവും ഉത്തമമായതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഉത്തമമായ തുകയുമാണ് നേരത്തെ പറഞ്ഞത്. മഹർ ഏത് വിഷയവും നിശ്ചയിക്കാം.